ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഒച്ചയില്ലാത്ത ഒരിടത്ത് നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഓഡിറ്ററി ബ്ലാക്ക് ഹോൾ ആണ്. ചുറ്റും ഒന്നും കേൾക്കാനില്ലാത്ത ഈ അവസ്ഥയെ നമ്മുടെ തലച്ചോർ കാണുന്നത് ജീവൻ ഭീഷണിയുള്ള ഒരു വലിയ അപകടമായിട്ടാണ്. ഹെഡ്ഫോൺ കൊണ്ടുണ്ടാക്കിയ നിശബ്ദതയാണോ ഇത്? അതോ ഒരു പുലി ആക്രമിക്കുന്നതിന് മുൻപുള്ള ആ ഭീകരമായ നിശബ്ദതയാണോ? ഇത് രണ്ടും തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിന് പറ്റില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം ഒരു എമർജൻസി സ്വിച്ച് ഓൺ ചെയ്യും. പേടിയുടെ ഒരു പ്രളയം തന്നെ ശരീരത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും ഊർജം കൊടുക്കുന്ന പവർ ഹൗസാണ് മൈറ്റോകോൺട്രിയ. തലച്ചോർ അതിനോട് ഉടനെ പറയും, എല്ലാം നിർത്തിവെക്ക്. ഒരു എമർജൻസി ഷട്ട് ഡൗൺ. അതോടെ അത്ര പ്രാധാന്യമില്ലാത്ത എല്ലാ ജോലികളും അവ നിർത്തിവെക്കും. നിങ്ങളുടെ ഡിഎൻഎയുടെ റിപ്പയറിംഗ് പോലും അതോടെ നിൽക്കും. പക്ഷേ ഇതിലും ഭീകരമാണ് ഇനി വരാൻ പോകുന്നത്. ഈ പേടി കാരണം നിങ്ങളുടെ ശരീരം ഡ്രെഡ് സെൽസ് എന്ന വിഷമുള്ള സെല്ലുകളെ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ സെല്ലുകൾ നിങ്ങളുടെ ഞരമ്പുകളിലൂടെ കയറിയിറങ്ങും. നിങ്ങളിൽ പലർക്കും ഒരു കാരണവുമില്ലാതെ എപ്പോഴും ഒരു പേടിയും ടെൻഷനും തോന്നാറില്ലേ? അതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്നാണ് നിങ്ങളുടെ വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എപ്പോഴും പേടിച്ച് ജീവിക്കാൻ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ പ്രോഗ്രാം ചെയ്യുകയാണ്. കുറച്ചു നേരത്തെ സമാധാനത്തിനു വേണ്ടി നിങ്ങൾ പകരമായി കൊടുക്കുന്നത് നിങ്ങളുടെ കോശങ്ങളുടെ നാശമാണ്. ആ ഹെഡ്ഫോൺ ഊരിമാറ്റൂ. ഇപ്പോൾ തന്നെ.